കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സരുവിനെയും കൊണ്ട് ശാരി മനോഹറും ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ രാഹുൽ എന്ത് ചെയ്യാണ്, ഫോൺ എടുത്തിട്ട് രൂപേനെ വിളിക്കുകയാണ്. രൂപേനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാം. രൂപ പറഞ്ഞു, ഈ പാതിരാത്രി എന്തിനായിട്ടാ ഇപ്പൊ കാണുന്നെന്ന് ചോദിക്കാം. അതൊക്കെ നേരിട്ട് കണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാ, ഫോണിൽ കൂടെ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ കാണണമെന്ന് പറയാണ്. പിന്നീട് അപ്പൊ തന്നെ രാഹുൽ നേരെ രൂപയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. ചെന്നിപ്പോ രൂപ ചോദിച്ചു, എന്താട്ടാ ഈ രാത്രി സമയത്ത് എന്തിനാ ഇത്ര അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞ്, ഇത്ര അർജന്റായിട്ട് എന്താ കാര്യമുള്ളതെന്ന് ചോദിക്കാം. അത് പിന്നെ എനിക്ക് സരുവിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയും. അവൾക്ക് ഇത് എന്ത് പറ്റി, അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുമെന്ന് പറയാണ്. ഹോസ്പിറ്റലിലേക്കോ? അവൾക്ക് എന്താട്ടാ, എന്താ കാര്യം എന്ന് ചോദിക്കാം. അവൾക്ക് നല്ല വയറുവേദനയുണ്ട്, കാര്യം എന്താണെന്നും അറിയത്തില്ല. അതിന് അവൾക്ക് ഇത് മാസം ആയോ എന്ന് ചോദിക്കാം. മാസമൊന്നും ആയില്ല, 8 മാസം അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേങ്കിൽ അവൾക്ക് നല്ല വയറുവേദനയാ, ലക്ഷണം കണ്ടിട്ട് പ്രസവവേദന പോലെ എനിക്ക് തോന്നുന്നു പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു, അതിനിപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്ടർമാർ നോക്കില്ലേന്ന് ചോദിക്കുകയാണ്. അതല്ല രൂപേ, ആ കുഞ്ഞൊരിക്കലും ജനിക്കാൻ പാടില്ലെന്ന് പറയാ. ഏട്ടൻ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും. അതെ, ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. നിന്റെ പരിചയത്തിലുള്ള ഡോക്ടറല്ലേ, നീ വിളിച്ചിട്ട് അവരോട് പറയണം, ആ കുഞ്ഞിനെ എങ്ങനെയും തന്നെ തീർത്തേക്കാൻ പറയണം. ഒരു കാരണവശാൽ ആ കുഞ്ഞ് പുറത്തു വരാൻ പാടില്ല, ഈ ലോകം കാണാൻ പാടില്ലെന്ന് പറയാം. ഇത് കേട്ടത് രൂപ പറഞ്ഞത്, ഏട്ടാ വേറെ എന്ത് വേളം പറഞ്ഞു, പക്ഷെ ഇത് മാത്രം എന്നോട് പറയില്ലെന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ, നിന്റെ എല്ലാ കാര്യത്തിനും നിന്നോടൊപ്പം ഇത്രയും കാലം കൂട്ടു നിന്നിട്ടുള്ളാ ഈ രാഹുല്. എന്നിട്ടോ ഇപ്പൊ നിനക്ക് എന്നെ വേണ്ടല്ലേ, ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. അതല്ലേട്ടാ, ഒരു പിഞ്ചു കുഞ്ഞാ, അതിന് എന്ത് തെറ്റ് ചെയ്തു, അത് സരുവിന്റെ വയറ്റിൽ വളർന്നും പറഞ്ഞുകൊണ്ട് അതെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അത് മനോഹറിന്റെ കുഞ്ഞായി പോയത് ഇപ്പൊ അതിന്റെ കുഴപ്പമാണോ? അല്ലല്ലോ. അതുകൊണ്ട് അത് ഭൂമിയിലേക്ക് ജനിക്കട്ടെ, അതിനിപ്പോ ഏട്ടൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇല്ല രൂപേ, ഒരു കാരണവശാലും ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. ഇതേ ആ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടേ അറിയാലോ, ഒരിക്കലും സരുവിന് നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല. ഇതേ മനോഹറിനെ പോലെ ഒരു ചതിയന്റെ കുഞ്ഞാ അവളുടെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെയാണ് അവള് സത്യങ്ങളൊക്കെ അറിയുന്നെങ്കിൽ അവള് പോലും ആ കുഞ്ഞിനെ വെറുത്തുനിന്ന് വരും, ആ കുഞ്ഞിനെ അവള് പോലും ഉപേക്ഷിച്ചെന്ന് വരും എന്ന് പറയാം. എന്തൊക്കെയാണ് ശരിയേട്ടാ, എനിക്കിതിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഏട്ടൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് ഒരിക്കലും വരരുതായിരുന്നു പറയുകയാണ്. ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു, ദേ നീ എന്നെ സഹായിക്കും എന്നുള്ള ഉറച്ചു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ. പക്ഷേങ്കിൽ നീ എന്നെ കൈയൊഴിയോ അല്ലേന്ന് ചോദിക്കാം. ഈ കാര്യത്തിൽ എനിക്ക് ഏട്ടനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഒരിക്കലും ഏട്ടനോടൊപ്പം നിൽക്കാൻ പറ്റില്ല. വേറെ എന്ത് കാര്യം വേണം പറഞ്ഞു, ഞാൻ ഏട്ടനോടൊപ്പം നിൽക്കാം. ഏട്ടന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഞാൻ കൂട്ടു നിൽക്കുകയല്ലേ ചെയ്തിരിക്കുന്നേ. അവസാനം ആ ചന്ദ്രസേനെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ വരെ ഞാൻ കൂട്ടുവന്നു. പക്ഷേങ്കിലും ഈ കാര്യം എനിക്ക് പറ്റില്ല ഏട്ടാന്ന് പറയാണ്. ഇതാണെങ്കിൽ ഏട്ടനിവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് രൂപ അങ്ങോട്ട് കയറിപ്പോവാ. രാഹുലിന് മനസ്സിലായി താനിവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന്, രൂപ ഇനി തന്നെ സഹായിക്കില്ലെന്ന് മനസ്സിലായി. രാഹുൽ പറഞ്ഞിട്ട് പോവാ, ഇനി ആരും എന്നെ സഹായിച്ചില്ലെങ്കിൽ വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ അങ്ങോട്ട് പോണേ. ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് സരേനയും കൊണ്ട് മനോഹറും ശാരിയും കൂടെ എടുത്തി പെട്ടെന്ന് തന്നെ സ്ട്രെച്ചറൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ അങ്ങോട്ട് പോയി. പിന്നീട് ഡോക്ടർ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് ശാരിനെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് ചോദിച്ചു, അല്ല ഇത് 8ാം മാസം എന്നല്ലേ പറഞ്ഞേ? അത് ഡോക്ടർ 8ാം മാസം ആയതാ, ഡെലിവറി ഡേറ്റ് ഒന്നും ആയിട്ടില്ലെന്ന് പറയണം. അതെ, നല്ല പെയിൻ വന്നിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങളൊന്ന് സ്കാനൊക്കെ ചെയ്ത് നോക്കട്ടെ, എന്താ കാര്യം അറിയത്തില്ല. ഒരു പക്ഷേ പ്രസവവേദന, ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതേ ഈ 8ാം മാസം തന്നെ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട വരുമെന്ന് പറയാം. ഇത് കേട്ട ശാരി പറഞ്ഞു, അല്ല പിന്നെ ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിനെ ചിലപ്പോൾ ഇൻക്യുബേറ്ററിൽ വെക്കേണ്ടതായിട്ട് വരുമായിരിക്കും, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നോക്കട്ടെ, 8 മാസം ആയതല്ലേ, നോക്കട്ടെ എന്ന് പറയാണ്. ഇപ്പം കുഞ്ഞ് നല്ല രീതിയിലാണോ നോക്കണം, ആ സ്കാൻ ചെയ്ത് നോക്കിയാൽ മാത്രം അറിയാനായിട്ട് സാധിക്കുള്ളൂ. എന്താ വയറുവേദന കാരണം എന്താണെന്ന് അറിയത്തില്ലോ, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പുറത്തു നിന്നോളാൻ പറയണം. ആകെപ്പാടെ വിങ്ങുന്ന മനസ്സോട് വിട്ടാണ് ശാരി പുറത്തേക്ക് വരുന്നത്. അപ്പം മനോഹർ വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മേ കാര്യം, എങ്ങനെയായെന്ന് ചോദിക്കണം. അല്ല മോനെ, ഡോക്ടർ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല, സ്കാൻ ചെയ്ത് നോക്കട്ടെ, അതിന് ശേഷം പറയാന്ന് പറഞ്ഞ. ഇപ്പൊ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ ഡോക്ടർ എടുക്കുന്നുണ്ടെന്ന് പറയണം. എന്താ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്, മാസം പോലും തികഞ്ഞിട്ടില്ല, എങ്ങനെയായി തീരും നടത്തില്ല. എന്റെ ഭഗവാനെ, കുഞ്ഞിനും അവൾക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവരുതേ. ശാരിയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരിക്കൽ താനും ഇങ്ങനെ പ്രസവേനയായിട്ട് കിടന്ന തന്റെ കുഞ്ഞും മരിച്ചുപോയതാ. എന്നിട്ടോ സരുവിനെ കൊണ്ടേ കിടത്തിയതൊക്കെ, അതൊക്കെ ചിന്തിച്ചപ്പോ തന്നെ ശാരിക്ക് വല്ലാത്ത ടെൻഷനായി. ഇപ്പം വീണ്ടും ചരിത്രം ആവർത്തിക്കുവാണോ, ഇനിയിപ്പം അവളുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുക? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എൻ്റെ ദൈവമേ, നീയായിട്ട് കൊണ്ടു തന്ന കുഞ്ഞാണ്, ഒരിക്കലും അതിനെ അങ്ങോട്ട് തിരിച്ചെടുത്തേക്കൽ എന്നൊക്കെ അവർ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പക്ഷേ താൻ ചെയ്യുന്ന ക്രൂരതയുടെ ബലമായിരിക്കും ഇതൊക്കെ. താന്
കല്യാണിന്റെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് ആ കുഞ്ഞിനെ കൊല്ലാൻ വരെ ശ്രമിച്ച ഒരു പക്ഷെ അതിന് ദൈവമായിട്ട് തരുന്ന ശിക്ഷയാണോ അതെന്ന പോലെ ഒരു നിമിഷം ശാരിയുടെ മനസ്സിൽ കൂടെ കടന്നു പോവാണ്. ചെയ്ത തെറ്റുകൾക്കൊക്കെ ശിക്ഷ കിട്ടാതെ എന്താളും ഭൂമിയിൽ നിന്ന് പോവില്ലെന്ന് പറഞ്ഞ പോലെ ശരിയാണോ എന്നൊക്കെ ഓർത്തോണ്ട് ശാരി ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും രൂപ കിരണിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയണ. അങ്ങനെ കിരൺ അമ്മേനെ കാണാൻ ചെല്ലുവാണ്. എന്താ അമ്മേ എന്താ കാണണമെന്ന് പറഞ്ഞേ? അതെ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് ആ രാഹുൽ വന്നിട്ടുണ്ടായിരുന്നു പറയാ. എന്നിട്ടോ എന്തിനാ അമ്മ വന്നേ? അതെ സരുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് പറയാനായിട്ട്. അത് ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ കണ്ട അവള് വയറുവേദന കൊണ്ട് കിടന്ന് പൊളയുന്നുണ്ടായിരുന്നു പറയും. ഇത് കേട്ടതും രൂപ പറഞ്ഞു, അതാ അതുകൊണ്ടല്ല അയാൾ എൻ്റെ അടുത്ത് വന്നേ. അയാൾ എൻ്റെ അടുത്ത് വേറൊരു കാര്യത്തിലാണ് വന്നേന്ന് പറയും. എന്താ? ആ കുഞ്ഞ് ജനിക്കലെന്ന് പറയാൻ വേണ്ടി. കുഞ്ഞ് ജനിക്കലെന്നാ അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും. അത മോനെ എന്ത് ചെയ്യാനാന്ന് പറ. അയാൾക്കറിയാലോ മനോഹറിന്റെ സ്വഭാവം എന്താന്ന്. നാളെ ഒരു പക്ഷെ മനോഹർ ഉപേക്ഷിച്ചു പോകുമ്പോ അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് അവൾ ഇരിക്കണമെന്ന് സരിയൂ. അതുകൊണ്ട് ആ കുഞ്ഞ് ജനിക്കലെന്നും പറയാനായിട്ട് അയാളുടെ അടുത്ത് വന്നേ. ഞാൻ അയാളെ രക്ഷിക്കണം പോലും അയാളോടൊപ്പം കൂട്ടു നിൽക്കണം പോലും എല്ലാത്തിനും ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാനായിട്ട്. ഇത് കേട്ടതും കിരമണി അമ്മ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനിടാ മോനെ, നിനക്കറിയാലോ. അതെ ആ കുഞ്ഞിനെ ഒരിക്കലും നശിപ്പിച്ച് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, അത് തന്നെ എന്റെ ആഗ്രഹം. കാരണം അയാളെ കൊല്ലാൻ ശ്രമിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനെ വളർത്താനാ നോക്കണേ. മനോഹറിന്റെ കുഞ്ഞായതുകൊണ്ട് ആ കുഞ്ഞൊരു തെറ്റും ചെയ്യാതെ ഈ ഭൂമിയിലേക്ക് വന്നേക്കുന്നത്. അവൻ തെറ്റ് ചെയ്യുന്നോർത്തുണ്ട് ആ കുഞ്ഞ് അതിന് മാത്രം എന്ത് പാതകം ചെയ്തു? അവന് ഈ ഭൂമിയിൽ വളരേണ്ട ആ കുഞ്ഞ് ഒരു കാരണവശാലും മരിച്ചു പോരെന്ന് പറയണം. ഇത് കേട്ട രൂപ പറഞ്ഞു, അയാൾ വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എന്റെ ഏട്ടനല്ലേ, അയാളുടെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാവുന്നല്ലേന്ന് ചോദിക്കുക. എനിക്കറിയാമേ, പക്ഷെ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അയാളെ കുഞ്ഞിനെ നശിപ്പിച്ച് കളയും. എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം ചെയ്താലോ? ശാരീരനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ? ശാരീരനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിതൊക്കെ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ വിശ്വസിക്കുമായിരിക്കും, പറയാൻ പറ്റില്ലെന്ന് പറയണം. രാഹുൽ എന്ന് പറയുന്ന ആ ദുഷ്ടൻ ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ തന്നെ ചെന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ സ്വാധീനിക്കാനോ അല്ല എന്നെ കാണാനും ചാൻസ് ഉണ്ടെന്ന് പറയണേ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഡോക്ടർ അങ്ങനത്തെ കാര്യത്തിനൊന്നും കൂട്ടിക്കില്ല. പോരാത്തിന് 8-ാം മാസം അത്. കാരണം ഇപ്പൊ കുഞ്ഞിനെ ഇല്ലാതായി കളയാന്ന് പറഞ്ഞാൽ അത് ചില റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങ് അതിനൊതിരും ഒരിക്കലും മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അയാൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്താലോ എന്നൊരു പേടിയുള്ളൂ. ചിലപ്പോൾ കുഞ്ഞ് ജനിച്ചാൽ പോലും അയാൾ ആ ദുഷ്ടം വെറുതെ ഇരിക്കത്തില്ല. ചിലപ്പോൾ ആ കുഞ്ഞിനെ ചിലപ്പം പുറത്ത് വന്നു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ കൊന്നു കളയത്തോളെന്ന് പറയണം. ഇത് കേട്ടത് കിരൺ പറഞ്ഞു, അമ്മ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയണം. പിന്നീട് വീട്ടിലേക്ക് പോവാ. അപ്പൊ കല്യാണി ചോദിച്ചു, എന്തിനാ അമ്മ വിളിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, അയാൾ അതും ചെയ്യും അതിലപ്പുറവും ചെയ്യുന്നവനാ. എന്റെ കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചല്ലേ. എന്തു വന്നാലും ഒരു കുഞ്ഞല്ലേ, ഒരിക്കലും അത് ആ കുഞ്ഞ് മരിക്കില്ല. ആ കുഞ്ഞ് ജീവനോടെ പുറത്തു വരണം. എങ്കിൽ മാത്രമേ ഇത് സരിവി പഠിക്കുള്ളൂ. മനോഹറിന്റെ കുഞ്ഞ് പുറത്തു വന്നാൽ മാത്രമേ അവൾക്ക് ടെട്ടിന്റെ പണി കിട്ടുള്ളൂ. അവൾ അതിനെ വളർത്തണം. കാരണം അവൾ ആ വേദന എന്താണെന്ന് അറിയണം. അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്തുന്നതിന്റെ വേദന എന്താണെന്നും ഒക്കെ അവൾ നന്നായിട്ട് അനുഭവിക്കണം എന്ന് പറയാം. കാരണം നിന്നെയാണെങ്കിലും എന്നെ അവൾ പരമാവധി ദ്രോഹിച്ചല്ലേ അവളെ വെറുതെ വിട്ടുകൂടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു, അത് ശരിയാ. കാരണം എന്റെ കുഞ്ഞിനെ പോലും കല്ലുമോനെ തന്നെ ഇല്ലാതാക്കാനായിട്ട് അവൾ എത്രയോ വട്ടം ശ്രമിച്ചാ ചിലപ്പോൾ അവൾക്ക് ദൈവമായിട്ടൊരു ശിക്ഷ കൊടുത്തായിരിക്കും. ഈ 8-ാം മാസത്തെ പ്രസവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും 8-ാം മാസം തന്നെ അവൾ പ്രസവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടൻ കിരൺ പറഞ്ഞു, അങ്ങനെയായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ രാഹുൽ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. അത് ശരിയാ, അയാൾ എന്തായാലും വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. അയാൾ ഉറപ്പായിട്ടും എന്തായാലും പണിയാനായിട്ട് ശ്രമിക്കും. അത് പക്ഷെ നമ്മൾ തടഞ്ഞേ മതിയാവുള്ളൂ. കാരണം മനോഹറിന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കേണ്ട ഇപ്പം നമ്മുടെയും കൂടെ ആവശ്യമാണ്. സരുവിനെ തകർക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗമാണ് ആ കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മനോഹർ കള്ളനെന്ന് മനസ്സിലായാലും അവൾക്കൊരു കുലുക്കം കാണത്തില്ല. പക്ഷെങ്കിൽ ആ കുഞ്ഞുണ്ടെങ്കിലാണ് അവൾക്കിട്ട് കിട്ടുന്ന അടിയുടെ ശക്തി ഏറുള്ളൂ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഈ സമയം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലെ രാഹുൽ എങ്ങനെയാലും ഡോക്ടറാണ് പോയി ഒന്ന് സ്വാധീനിച്ചിട്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ടൊന്ന് പറയണം. ഡോക്ടർ പക്ഷെ ചെയ്യുമല്ലോന്നും അറിയത്തില്ല. ഇപ്പോഴാണ് ഒരു കുഴപ്പമില്ല, ഇരു ചെവി അറിയാതെ കാര്യങ്ങളൊക്കെ നടത്താം. അവൾക്ക് വയറുവേദന ആയതുകൊണ്ട് കുഞ്ഞ് അബോർട്ടായി പോയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും മതി. വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. അങ്ങനെ രണ്ടും കളിപ്പിച്ച് രാഹുൽ ഡോക്ടറെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ്. വന്നു കഴിയുമ്പത്തേനും ശാരി മനോഹർ അവിടെ ഉണ്ടായിരുന്നു. ശാരീഷ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് എന്റെ മോളെ കണ്ടു നിൽക്കും. പിന്നെ എന്തൊരു സ്നേഹം. ഇന്നലെ അതുപോലെ കിടന്ന് വയറുവേനയായിട്ട് കിടന്ന് പൊളഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാത്ത അച്ഛനാണോ അമ്മേ ഇപ്പം വരണേന്ന് ചോദിക്കുകയാണ്. അതെ എന്റെ മോളാ കാണണം വേണ്ടതൊക്കെ ഞാൻ തീരുമാനിക്കുക. നീ വലിയ ആള് കളിക്കണ്ടെന്ന് മനോഹറിനോട് പറയണം. ഞാനൊന്നും പറയുന്നില്ല, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശാരി പറഞ്ഞു, എന്റെ മോനെ നീ ഇങ്ങനെ പിണങ്ങല്ലേ. ഇത് ഇങ്ങയുടെ സ്വഭാവം അറിയാലോ, ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ട് പോട്ടെ, മോനൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് പറയണം. പിന്നെ രാഹുൽ പറഞ്ഞു, ഞാനൊന്ന് ഡോക്ടറെ കണ്ടു പോട്ടെ, ഡോക്ടർ എന്ത് പറയുന്നതെന്ന് അറിയണല്ലോ പറയാ. ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല.
ഡോക്ടർ പിന്നെ ഒന്നൊരു സ്കാൻ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമൊക്കെ പറയാന്നൊക്കെ പറയണേ. ഇപ്പൊ ഇഞ്ചക്ഷനും മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ്. പിന്നീട് രാഹുൽ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറിപ്പോ ഡോക്ടറെ ക്യാബിനിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ ഡോക്ടറെ ചാര എന്താന്ന് ചോദിക്കണം. അതെ, ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന സരുവിന്റെ അച്ഛനാന്ന് പറയണം. അല്ല, എന്താ കാര്യം എന്താ? അല്ല, കുഞ്ഞിനെ കുറിച്ച് അറിയാനായിട്ട്. കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇപ്പൊ കുഞ്ഞിനെ കുറിച്ചൊന്നും പറയാനൊന്നും ആയിട്ടില്ല, ഇനി സമയം എടുക്കുമെന്ന് പറയാണ്. 8 മാസമല്ലേ ആയിട്ടുള്ളൂ, അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലോ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ, ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണമെന്ന് പറയാം. എന്ത് ഉപകാരം? ഡോക്ടറെ, ആ കുഞ്ഞ് ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല, ആ കുഞ്ഞ് ജനിക്കരുതെന്ന് പറയാണ്. ഇത് കേട്ടോ ഡോക്ടർ അമ്പരപ്പോടെ രാഹുലിനെ നോക്കണം. എന്നിട്ടിച്ചു, നിങ്ങൾ എന്താ മനുഷ്യ പറയണെന്ന് ചോദിക്കണം. അത് ഡോക്ടറെ, എത്ര രൂപ വേണേലും തരാം, ആ കുഞ്ഞ് പിറക്കാതിരിക്കണം, ഇതെന്റെ ഒരു അപേക്ഷയാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞാൽ ഡോക്ടർക്ക് ദേഷ്യം വന്നു. ഡോക്ടർ പറഞ്ഞു, കടന്നു പോടോ എന്റെ മുന്നിൽ നിന്ന്, നാണം ഉണ്ടോ തനിക്ക് ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരാമെന്ന് ചോദിക്കുക. ഡോക്ടറെ, എന്റെ അവസ്ഥ കേട്ടിട്ട് ഡോക്ടർക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണേന്ന്, ആ കുഞ്ഞ് ജനിക്കരുതെന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറയണേന്ന്. താനിക്ക് എന്ത് അവസ്ഥയുണ്ടല്ലോ, എനിക്കിപ്പോ എന്താ? അതൊന്നും ഇവിടെ നടക്കില്ല. ദേ, പോലീസ് വിളിച്ചാണ്ടല്ലോ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നു പറയാം. ഡോക്ടറെ, ഞാൻ പറയുന്നു ആദ്യമായിട്ടൊന്ന് കേൾക്ക്. എന്തുകൊണ്ടാണെന്നറിയാവോ? ദേ, ആ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറയുന്നത് പക്ക ഒരു ഫ്രോഡാ ഡോക്ടറെ. എന്റെ മോളുടെ ജീവൻ നശിച്ചുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ദേ, അവള് തടവറയിലായി പോവും. അതുകൊണ്ടാ പറഞ്ഞേ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ കുഞ്ഞിനെ എങ്ങനെയും ഡോക്ടർ കളയണമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഞെട്ടലോടുകൂടി ഇങ്ങനെ അയാളെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷമായി കാണുന്നത്. ഇനിയിപ്പോ എന്തായി തീരും എങ്ങനെയായി തീരും എന്നറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോ ഇതിന് ശേഷം ഗീതുവിന്റെ ഗോവിന്ദന്റെയും കഥയും അബിയുടെ ജാനകിയുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.